Hi friends, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. I am Haris Kodungallur. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മട്ടൺ മഞ്ചൂരിയന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മട്ടൺ മഞ്ചൂരിയൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കേ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മട്ടൺ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 വലിയ മട്ടൻ്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ മട്ടനൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒക്കെ നമുക്ക് കുക്കർ അടച്ചിങ്ങോട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൺ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോയി. നമുക്കിനി തുറന്ന് നോക്കാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതിന്മേലുള്ള എല്ലൊക്കെ നമുക്ക് ഊരിയെടുക്കണം. വെറും മാംസം മാത്രമാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എല്ലൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം, 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ സോർക്ക ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഈ മട്ടൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. എന്നിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോൾ മട്ടൺ വറുത്തെടുക്കാനായി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ചൂരിയന് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാല ഇടുന്ന സമയത്ത് കുറച്ച് ഫുഡ് കളർ ചേർത്താൽ മതി. അപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ മട്ടനൊക്കെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മട്ടൻ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ കടഭാഗം മാത്രം അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 4 പച്ചമുളക് അരിയാതെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 സവാള വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം സ്ക്വയറായി അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊരിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ്റെ എല്ലാ ഭാഗത്തും ഗ്രേവി പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ കലക്കിയ വെള്ളമാണ്. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായി മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിക്കായി വരും നമ്മൾ ഈ ഗ്രേവി. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിന നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മട്ടൺ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മട്ടൺ മഞ്ചൂരിയൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.